ഗൈസ്, നമ്മളിന്ന് പോകാൻ പോകുന്നത് സോ എക്സൈറ്റിംഗ് ഡ്രീം ലാൻഡ് സ്വിറ്റ്സർലൻഡ് എന്ന രാജ്യത്തേക്കാണ് കേട്ടോ. അപ്പം നമ്മളിന്ന് പതിവ് പോലെ ആൻഡ്വേർപ്പ് റെയിൽവേ സ്റ്റേഷനിൽ വന്നു. ഇവിടുന്ന് നമുക്ക് ബ്രസൽസ് എയർപോർട്ടിൽ പോകണം. അവിടുന്ന് 9:15 നമുക്ക് സ്വിസ് എയർലൈൻസ് ജനീവ എയർപോർട്ടിലേക്ക്. അപ്പം ഞങ്ങൾ ആൻഡ്വേർപ്പ് റെയിൽവേ സ്റ്റേഷനിൽ 5 മണിക്കേ വന്നു. കുറേ സമയമുള്ളതുകൊണ്ട് അവിടെ നിന്ന് അല്ലറ ചില്ലറ ഫോട്ടോയൊക്കെ എടുത്ത് നിന്നു. അപ്പം നമ്മുടെ ഈ സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്ന ഒരു ലാൻഡ് ലോക്ക്ഡ് കൺട്രിയാണ് കേട്ടോ. അതിൻ്റെ എല്ലാ അയൽ രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഫ്രാൻസും ജർമ്മനിയും ഇറ്റലിയും ഓസ്ട്രിയയും പിന്നെ ലൈച്ചസ്റ്റൻ എന്ന് പറഞ്ഞ സ്മോൾ രാജ്യവും, ഇങ്ങനെ രാജ്യങ്ങൾ അതിർത്തിയായിട്ടുള്ളൊരു കൺട്രിയാണ് സ്വിറ്റ്സർലൻഡ്. അപ്പം വിശേഷമൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ ട്രെയിൻ വന്നിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ ട്രെയിനിൽ കയറി. അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞപ്പം ഞങ്ങൾ ബ്രസൽസ് എയർപോർട്ടിലെത്തി. അപ്പം നമുക്ക് 7:30 ആയപ്പോഴത്തേക്കും നമ്മുടെ സെക്യൂരിറ്റി ചെക്കും എല്ലാം കഴിഞ്ഞു. പിന്നെ 9:15 ഉള്ളൂ ഫ്ലൈറ്റ്. കുറേ സമയം ഉണ്ടായിരുന്നു. അപ്പം മോൻ ഇങ്ങനെ ഒരു പ്ലേ ഗ്രൗണ്ട് പോലെ അവിടെ ഉണ്ടായിരുന്നു എയർപോർട്ടിൽ. അവനവിടെ ഹാപ്പി ആയിട്ട് നിന്ന് കളിച്ചു. നമ്മൾ അവിടെ നിന്ന് റെസ്റ്റ് എടുത്തു. അങ്ങനെ കുറച്ചൊക്കെ നേരം കഴിഞ്ഞപ്പം നമ്മുടെ ഫ്ലൈറ്റ് വന്നു. ഞങ്ങൾ കയറിയിരുന്നു. സ്വിസ് എയർലൈൻസിൽ ഞങ്ങൾ കയറി. ഏകദേശം 1 മണിക്കൂറേ ഉള്ളൂ ഫ്ലൈറ്റ് യാത്ര വരുന്നത്. അങ്ങനെ ഒരു ഏകദേശം 10:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ ജനീവ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ലഗേജ് കളക്ട് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തു നിന്നു. ഇന്ന് നമ്മൾ താമസിക്കാൻ പോകുന്നത് ഹോളിഡേ ഇൻ എക്സ്പ്രസ് എന്ന് പറയുന്ന ഒരു ഹോട്ടലാണ്. ഇന്നൊരു രാത്രി മാത്രമേ ഇവിടെ താമസിക്കുന്നുള്ളൂ കേട്ടോ. നാളെ രാവിലെ ആകുമ്പോൾ നമ്മൾ ഇവിടുന്ന് സൂറിച്ചിലേക്ക് പോകും. അങ്ങനെ ഏകദേശം കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പം നമ്മുടെ ലഗേജ് വന്നു. പിന്നെ നമുക്ക് ഗൂഗിൾ വെച്ച് ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ കുറച്ച് ദൂരം പോയപ്പം 15 മിനിറ്റ്സേ ഉള്ളൂ. പക്ഷെ കുറേ കാട്ടിലൂടെയൊക്കെ ഗൂഗിൾ കാണിക്കുമായിരുന്നു. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഷട്ടിൽ സർവീസ് ഉണ്ടായിരുന്നു ഹോട്ടൽ എയർപോർട്ടിൽ നിന്ന് തന്നെ. ഓരോരോ ഹോട്ടൽ മാരിയറ്റ്, ഐബിസ്, ഹോളിഡേ ഇൻ എക്സ്പ്രസ് എല്ലാം ഇങ്ങനെ ഷട്ടിൽ സർവീസ് ഹോട്ടലിലേക്ക് അവർ നടത്തുന്നുണ്ടായിരുന്നു. കാരണം കുറച്ച് ദൂരം ആയതുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ ആ ഷട്ടിൽ സർവീസിൽ വന്നു. റൂമിൽ വന്നു, ഇരുന്നു, കിടന്ന് ഉറങ്ങി, റെസ്റ്റ് എടുത്തു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. ഇങ്ങോട്ട് കൊണ്ടുവന്ന ആ ഷട്ടിൽ സർവീസ് പോലെ തന്നെ ഹോട്ടലുകാർ തിരിച്ച് നമ്മളെ വീണ്ടും ജനീവ എയർപോർട്ടിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെ വീണ്ടും ഞങ്ങൾ രാവിലെ ഈ വാനിൽ കയറി നമ്മുടെ ജനീവ എയർപോർട്ടിൽ ഇറങ്ങി. അവിടെ തന്നെ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ അടിയിലുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് മുതൽ നമുക്ക് 6 ഡേയ്സിലേക്ക് ഞങ്ങൾ സ്വിസ് പാസ് എടുത്തിട്ടുണ്ടായിരുന്നു. 3 പേർക്കും കൂടെ 6 ഡേയ്സിൽ ഒരു 600 യൂറോയാണ് സ്വിസ് പാസ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടുന്ന് തന്നെ ഞങ്ങൾ നമ്മുടെ യൂറോ കൺവേർട്ട് ചെയ്ത് 300 യൂറോ കൺവേർട്ട് ചെയ്ത് സ്വിസ് ഫ്രാങ്ക് ആക്കിയായിരുന്നു. അപ്പോൾ നമുക്ക് 271 സ്വിസ് ഫ്രാങ്ക് ആണ് നമുക്ക് കിട്ടിയത്. യൂറോയേക്കാളും കുറച്ച് വില കൂടുതലാണ് സ്വിസ് ഫ്രാങ്കിന്. പിന്നെ അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി സൂറിച്ച് സിറ്റി ലക്ഷ്യമാക്കി നീങ്ങി. അങ്ങനെ ട്രെയിനിൽ പോകുമ്പോഴുള്ള സ്വിറ്റ്സർലൻഡിൻ്റെ ഗ്രാമഭംഗി ഒപ്പിയെടുത്ത് ഞങ്ങൾ യാത്ര തുടങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ലാൻഡ് ലോക്ക്ഡ് കൺട്രിയാണ് സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്വിറ്റ്സർലൻഡിൽ ജർമ്മൻ ഭാഷയും ഫ്രഞ്ചും ഇറ്റാലിയനും എല്ലാ ഭാഷകളും മിക്സഡ് ആയിട്ട് ഇവിടെ സംസാരിക്കുന്നുണ്ട്. നമുക്കവിടെ ചെന്നപ്പോൾ മനസ്സിലായി. അതേപോലെ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, നമ്മുടെ കേരളത്തിലെ സ്വിറ്റ്സർലൻഡ് എന്ന് അറിയപ്പെടുന്ന സ്ഥലം ഏതാ? വാഗമൺ. ഓക്കെ. അങ്ങനെ ഞങ്ങളിങ്ങനെ ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ സ്വിറ്റ്സർലൻഡ് ഏത് ഭംഗിയാണെങ്കിലും നമ്മൾ ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം കണ്ട് ഞങ്ങൾ അങ്ങനെ സൂറിച്ച് എന്ന് പറയുന്ന സ്റ്റേഷനിലെത്തി, സൂറിച്ച് സിറ്റിയിലെത്തി. അപ്പോൾ ഇവിടെ നമുക്ക് ലഗേജ് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴത്തേക്കും ഉച്ചയായിരുന്നു, 2-2.5 മണിക്കൂർ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ലഗേജ് വെച്ചിട്ട് ഞങ്ങൾ ഇന്ന് ഫസ്റ്റ് കാണാൻ പോകുന്നത് അവിടുത്തെ കുറച്ച് ദൂരം ഉണ്ടായിരുന്നു, 1.5 മണിക്കൂർ ഉണ്ടായിരുന്നു സൂറിച്ച് സിറ്റിയിൽ നിന്ന്. റെയിൻ ഫാൾസ് എന്ന് പറയുന്ന ഒരു വാട്ടർഫാൾ കാണാൻ വേണ്ടി ഞങ്ങൾ വന്നു. ഈ റെയിൻ ഫാൾസ് എന്ന് പറയുന്നത് യൂറോപ്പിൽ തന്നെ ഏറ്റവും വലിയ വാട്ടർഫാൾ ആണ് കേട്ടോ. ഇതിന് 23 മീറ്റർ ഹൈറ്റും അതുപോലെ 50 മീറ്റർ വിത്തുമുള്ള യൂറോപ്പിൽ തന്നെ ഏറ്റവും വലിയ വാട്ടർഫാളാണത്. അപ്പം നമുക്ക് സൂറിച്ച് സിറ്റിയിൽ നിന്ന് ട്രെയിൻ ഉണ്ട്. ജസ്റ്റ് ആ സ്റ്റേഷൻ ഒരു റെയിൻ ഫാൾസ് തന്നെ തോന്നുന്നു ആ സ്റ്റേഷൻ്റെ പേര്. അവിടെ ഇറങ്ങി കഴിഞ്ഞാൽ തൊട്ട് മുന്നിൽ തന്നെ നമുക്ക് വാട്ടർഫാൾസ് കാണാം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തിട്ട് പതുക്കെ അങ്ങോട്ട് നീങ്ങി. അപ്പം നമുക്ക് ഇതിൻ്റെ താഴോട്ട് പോകാൻ വേണ്ടി ലിഫ്റ്റ് സർവീസ് ഉണ്ട് ഫ്രീ ആയിട്ട്. അപ്പം ഞങ്ങൾ ആ ലിഫ്റ്റിൽ കയറി ഇതിൻ്റെ താഴെ പോകണം. എന്നിട്ട് നമുക്ക് റെയിൻ ഫാൾസിൻ്റെ അടുത്ത് പോകാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റിൽ കയറി. ഇതിപ്പോൾ നവംബറിലാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഒരു ഓഫ് സീസൺ ആയതുകൊണ്ട് അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു. സമ്മറിലാണ് പൊതുവേ സ്വിറ്റ്സർലൻഡിലെല്ലാം തിരക്കുള്ളത്. അതുകൊണ്ട് തിരക്കൊന്നും ഇല്ലാതെ നമുക്ക് എല്ലാ സ്ഥലവും ആസ്വദിക്കാൻ പറ്റി. അപ്പോഴത്തേക്കും നമ്മുടെ യൂറോപ്പിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓട്ടത്തിൻ്റെ ഭംഗി, ഇലകൾക്കൊക്കെ മഞ്ഞ കളർ വന്ന് അതൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. അതൊക്കെ ഞങ്ങൾ കണ്ട് പതുക്കെ മുന്നോട്ട് പോയി.
ചുറ്റുമലകളും മഞ്ഞയും ചുവപ്പും ഒക്കെ വെച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ റെയിൻ ഫാൾസിൻ്റെ അടുത്തെത്തി. നമുക്ക് അടുത്തൊന്നും പോകാൻ ബോട്ട് സർവീസ് ഉണ്ട്, പക്ഷെ ഞങ്ങൾ പോയ സമയമായപ്പോഴത്തേക്ക് അവിടെ ബോട്ടിംഗ് ഒന്നും കണ്ടില്ല. വ്യത്യസ്തമായ ബോട്ടിൽ അവർ പല പൊസിഷൻ വരെ കൊണ്ടുപോകും വാട്ടർഫാളിൻ്റെ. ഞങ്ങൾ അതൊന്നും പോയില്ല, ഞങ്ങൾ ബോട്ട് സർവീസ് കണ്ടതുമില്ല. അങ്ങൊന്നും കുറേ ബോട്ട് മാത്രമേ കണ്ടുള്ളൂ, ബോട്ടൊന്നും പോകുന്നത് കണ്ടില്ല. ഞങ്ങളിങ്ങനെ നമുക്കിങ്ങനെ അതിലേക്കൂടെ നടന്ന് കുറച്ച് സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട്. ആ സ്റ്റെപ്പ് ഇറങ്ങി 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 താഴെ പോയി റെയിൻ ഫാൾസിൻ്റെ കുറച്ചും കൂടെ നമുക്ക് വ്യൂ ഒക്കെ കാണാൻ ആസ്വദിക്കാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ഈ സ്റ്റെപ്പൊക്കെ ഇറങ്ങി നമ്മുടെ റെയിൻ ഫാൾസിൻ്റെ ഭംഗി ഇങ്ങനെ ആസ്വദിച്ച് മുന്നോട്ട് നീങ്ങി. ഹസ്ബൻഡ് ആതിരപ്പള്ളി വാട്ടർഫാൾസിൽ പോയിട്ടുണ്ട് കേട്ടോ. പുള്ളി പറയുന്ന ആതിരപ്പള്ളി വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഇല്ല, പക്ഷെ എന്നാലും ഒരു ഭംഗിയുണ്ട്. ആ വെള്ളത്തിൻ്റെ കുത്തൊഴുക്കും പിന്നെ ചുറ്റുമുള്ള വൃക്ഷങ്ങളുടെ ആ ഒരു ഭംഗിയും ഒക്കെ വെച്ചിട്ടൊരു നേച്ചർ ബ്യൂട്ടി നമുക്ക് അവിടെ ആസ്വദിക്കാൻ പറ്റും കാമായിട്ട്. പിന്നെ അധികം തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റിയായിരുന്നു. അപ്പോൾ നമുക്കിനി കുറച്ച് നേരം വാട്ടർഫാൾസിൻ്റെ ഭംഗിയൊന്ന് ആസ്വദിച്ചാലോ? നിങ്ങളും കണ്ടു നോക്കൂ. എന്താ ഭംഗിയില്ലേ, വെള്ളം ഇങ്ങനെ കുത്തൊലിച്ച് വരുന്ന കണ്ടില്ലേ? ഇത് യൂറോപ്പിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് വാട്ടർഫാൾ ആണ് കേട്ടോ. ഇത് ജർമ്മനി, ഇതിൻ്റെ ഒരു ഭാഗം ജർമ്മനിയും ഒരു ഭാഗം സ്വിറ്റ്സർലൻഡുമാണ്. ജർമ്മനി സ്വിറ്റ്സർലൻഡ് ആയിട്ടുമാണ് ഇത് അതിർത്തി പങ്കിടുന്നത്. അതിൻ്റെ ബോർഡറിലാണ് ഈ വാട്ടർഫാൾസ് നിൽക്കുന്നത് കേട്ടോ. വൃക്ഷങ്ങളൊക്കെ കണ്ട അടിപൊളിയായിട്ട് വേറെ പല പല കളർ വന്നേക്കുന്നത്. ഓട്ടത്തിൻ്റെ ഭംഗി ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് യൂറോപ്പിൽ. അങ്ങനെ ഞങ്ങളൊരു അടിപൊളിയായിട്ട് ഫോട്ടോയൊക്കെ എടുത്ത് ഇങ്ങനെ റിലാക്സ് ആയി നിന്ന് പിന്നെ പതുക്കെ അവിടെ നിന്ന് അങ്ങ് നീങ്ങി. ഇനി ഞങ്ങൾ അടുത്തത് നമ്മൾ ലഗേജ് വെച്ചത് സൂരജ് സിറ്റിയിലാണല്ലോ, അപ്പം നമുക്ക് എടുക്കണം. അപ്പോൾ അതിനു മുമ്പ് ഞങ്ങൾ വിചാരിച്ചു സൂരജ് സിറ്റി ഒന്ന് പെട്ടെന്ന് ഓടിച്ചിട്ടൊന്ന് കാണാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും കാണുന്നില്ല, കാരണം ഇവിടെ 5:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇരുട്ടാവും. അപ്പോഴത്തേക്ക് 4 o'clock ആയായിരുന്നു. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വാക്ക് ചെയ്ത് അങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബാക്കിൽ കാണുന്ന റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ സൂറിച്ച് എന്ന് പറയുന്നത് സ്വിറ്റ്സർലൻഡിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് സിറ്റിയാണ് കേട്ടോ. സ്വിറ്റ്സർലൻഡിലെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബേൺ ആണ്. അപ്പം ട്രാം സർവീസ് ഉണ്ട്, നമുക്ക് ട്രാമിൽ വേണമെങ്കിൽ ഇങ്ങനെ കാണാം, അല്ലെങ്കിൽ നമുക്ക് വാക്കബിൾ ഡിസ്റ്റൻസ് ആയിട്ട് എല്ലാം കാണാനും പറ്റും. അപ്പോഴത്തേക്കും വൈകുന്നേരം സായനത്തിൽ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പതുക്കെ ഒരു ലേക്കിൻ്റെ അടുത്ത് വന്നു. അവിടെ ബോട്ട് സർവീസ് ഉള്ളതാണ്, പക്ഷേ ഇപ്പം ഒന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ പോയ സമയത്ത് അവർ ഇപ്പം പോകുന്നില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ആ സായാഹ്ന ഭംഗി ഇങ്ങനെ ആസ്വദിച്ച് അവിടെ നിന്നു. ദൂരെ കണ്ടില്ലേ, അതാണ് നമ്മുടെ ആൽപ്സ് പർവ്വതം. നമ്മൾ അതിൻ്റെ അടുത്തോട്ട് പോകുന്നുണ്ട്. അതൊക്കെ നമുക്ക് വരുന്ന വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഈ സൂറിച്ചിൻ്റെ ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നിന്നു. ഞാൻ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തിട്ട് പതുക്കെ അവിടുന്ന് മുന്നോട്ട് നീങ്ങി. പിന്നെ ഞങ്ങൾ അടുത്ത് കണ്ടത് സൂരജ് കത്തീഡ്രലാണ് കേട്ടോ ആ കാണുന്നത്. അതൊന്ന് ജസ്റ്റ് കാണാമെന്ന് വിചാരിച്ചു, കാരണം കത്തീഡ്രൽ അടച്ചിട്ടിരിക്കുമായിരുന്നു. പിന്നെ ഇതിൻ്റെ ക്ലോക്ക് എന്തോ പ്രത്യേകതയുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് നിന്ന് കത്തീഡ്രലിൻ്റെ മുമ്പിൽ നിന്ന് കുറച്ച് പഴയ കത്തീഡ്രലാണ്, അതൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് അവിടെ നിന്നു. അതിന് ചുറ്റുമുള്ള പ്ലേസാണ് കത്തീഡ്രലിൻ്റെ. പോകുന്ന വഴിക്ക് കുറേ ഷോപ്സും ഒക്കെ ഉണ്ടായിരുന്നു, വാച്ചിൻ്റെയൊക്കെ കുറേ ഷോപ്സ് ഉണ്ടായിരുന്നു സൂറിച്ചിലും. പിന്നെ കുറച്ച് തിരക്കായിരുന്നു. ട്രാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു. നമുക്ക് ട്രാമിൽ സിറ്റി ഫുൾ നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റും. സിറ്റിക്ക് അകത്തൂടെ ട്രാം സർവീസ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ 1 മണിക്കൂർ കഴിഞ്ഞ് ഞങ്ങൾ സൂറിച്ചിൽ ലുസേൺ സ്റ്റേഷനിൽ വന്നു. നമ്മൾ ലുസേണിലാണ്, ലുസേൺ ഐബിസ് ഹോട്ടൽ ബഡ്ജറ്റിലാണ് നമ്മളിന്ന് താമസിക്കുന്നത്. ഇത് ലുസേൺ സ്റ്റേഷനാണ് കേട്ടോ. ഇന്ന് 2 ദിവസം നമ്മളിനി ലുസേണിലാണ് താമസിക്കുന്നത്. അപ്പോഴത്തേക്ക് ഇതിപ്പോൾ ഏകദേശം 6:30 ആയിട്ടുള്ളൂ, പക്ഷേ നല്ല ഇരുട്ടായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അവിടുന്ന് സ്റ്റേഷനിൽ തന്നെ ഡിന്നറൊക്കെ മേടിച്ച് പതുക്കെ നമ്മുടെ ഹോട്ടൽ ലക്ഷ്യമാക്കി പോയി. നമുക്ക് 6 ദിവസത്തേക്ക് നമ്മൾ സ്വിസ് പാസ് എടുത്തോളം നമുക്ക് ഇഷ്ടം പോലെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കാം. കുറച്ച് ദൂരം നടക്കാൻ 15 മിനിറ്റേ ഉള്ളൂ, എങ്കിലും രാത്രിയായതുകൊണ്ട് കുറച്ച് പാടായതുകൊണ്ട് ഞങ്ങൾ ബസ്സിൽ അങ്ങോട്ട് പോയി. അങ്ങനെ ഞങ്ങളുടെ ഹോട്ടലിൽ വന്നു. ഇന്ന് ആദ്യമായിട്ടാണ് മോന് കട്ടിലിങ്ങനെ മേളിൽ വന്നത് കേട്ടോ. അപ്പോൾ അവൻ അതിൻ്റെ കൗതുകത്തോടെ നോക്കി അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ കിടന്നു റെസ്റ്റ് എടുത്തു. ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. എക്സൈറ്റിംഗ് വീഡിയോ ആയിട്ട് വരാം. സ്റ്റേ ട്യൂൺ. ബൈ ബൈ. സീ യു.